പാലക്കാട് തെരഞ്ഞെടുപ്പിൽ CPM ചിലവഴിച്ചത് ഒയാസിസിന്റെ പണം. നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മാർച്ച് നിയമസഭയ്ക്ക് മുന്നിലെത്തുന്നതിന് മുമ്പ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. മാർച്ചിന് നേരെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ നിന്നു. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്ഥലത്ത് മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇതിനിടെ പോലീസ് ബാരിക്കേഡ് മറികടന്ന് അകത്ത് കടക്കാനും ശ്രമം നടന്നു. പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ നീക്കിയത്. പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ കുംഭകോണത്തിൽ ഒന്നാണ് പാലക്കാട് ബ്രൂവറി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒയാസിസ് കമ്പനി CPMന്റെ ചീഫ് പാർട്ണറായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ CPM പാലക്കാട് ചെലവഴിച്ചത് ഒയാസിസിന്റെ പണമാണെന്നും തെരഞ്ഞെടുപ്പിൽ പണമിറക്കിയതിന്റെ നന്ദിയാണ് ബ്രൂവറി കരാറെന്നും അദ്ദേഹം പറഞ്ഞു. സകല തട്ടിപ്പുകാരുടെയും കാവലാളാണ് മുഖ്യമന്ത്രി. മന്ത്രി MP രാജേഷ് അതിന്റെ ഏജന്റാണ്. തട്ടിപ്പുകാരെ മുട്ടിച്ചു കൊടുക്കുന്ന ഏജന്റാണ് രാജേഷ്. ഏത് കമ്പനിയുമായി വന്നാലും പാലക്കാട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും MP രാജേഷ് വാങ്ങിയ പണം കമ്പനിക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലതെന്നും രാഹുൽ പറഞ്ഞു. അഴിമതിക്ക് കൂട്ടുനിന്ന മന്ത്രിമാർക്ക് സ്വൈര്യമായി ഇറങ്ങി നടക്കാനാകില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു.